ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അങ്ങനെ ഞങ്ങളുടെ ഗോവയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു ക്രൂസ് ഡിന്നർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്രൂസ് ഡിന്നറിന് വേണ്ടി വന്നിരിക്കുവാണ്. ഈ ക്രൂസിൻ്റെ ഡിന്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം. ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ട് എൻട്രി പാസ് എടുക്കണം. എൻട്രി പാസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ ആകേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ക്രൂസിൻ്റെ ടൈം 8:30 എന്നായിരുന്നു. അപ്പോൾ നമ്മൾ 8:30 ആയപ്പോഴേക്കും വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇതിലേക്കൂടെ നമുക്ക് ക്രൂസിലേക്ക് എൻ്റർ ആകേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ എൻട്രി പാസ് ഒക്കെ എടുത്ത് ക്രൂസിൻ്റെ അങ്ങോട്ട് എൻ്റർ ആയിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് എൻ്റർ ആയി കഴിയുമ്പോൾ പല പല ക്രൂസുകളുണ്ട്. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത് ഏത് ക്രൂസാണോ അതിനനുസരിച്ച് നമ്മൾ ആ ക്രൂസിലേക്ക് പോകണം. അപ്പം നമ്മുടെ ക്രൂസ് കുറച്ച് മുമ്പിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നടക്കണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നടക്കുന്ന വഴി നമ്മൾ കണ്ട പല വേറെ ക്രൂസുകളുടെ ഒക്കെ എടുത്തത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ ഫ്രണ്ടിൽ കാണുന്ന കേട്ടോ നമ്മുടെ ക്രൂസ്. അപ്പോൾ നമ്മുടെ ക്രൂസിൻ്റെ അങ്ങോട്ട് നമ്മൾ പോവാണ്. അപ്പം വലിയ വലിയ ബുക്കിംഗ് ഒക്കെ ബൾക്ക് ബുക്കിംഗ് ഉള്ളതൊക്കെ അവർ ആദ്യം കയറ്റും. കാരണം ഈ ആൾക്കാർ ഇരിക്കുമ്പോൾ മിക്സ് ആയി പോകാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അവരുടെ ബൾക്ക് ബുക്കിംഗ് ആൾക്കാർ കയറി കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ക്രൂസിന്റെ ഉള്ളിൽ എൻ്റർ ആയി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്രൂസിന്റെ ഉൾഭാഗം. അപ്പം നല്ല രസമാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഒരു ഷിപ്പിലൊക്കെ കയറിയ ഫീലാണ്. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഫ്രണ്ടിൽ ഷിപ്പിൻ്റെ ഫ്രണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫുൾ അവർ ബൾബ്, അതായത് ഈ ഷിപ്പിൻ്റെ താഴത്തെ ഡെക്കിൽ ഡിന്നർ, അങ്ങനെ മേളത്തെ ഡെക്കിൽ നമുക്ക് ആക്ടിവിറ്റീസും എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, അതായത് മ്യൂസിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഈ ക്രൂസിൽ എൻ്റർ ആയി കഴിഞ്ഞ് ഫസ്റ്റ് 1 hour ഇവിടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ആണ് കേട്ടോ. കാരണം അവർ തന്നെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസ്, പിന്നെ ഇവിടെയുള്ള ആൾക്കാർ, നമ്മുടെ ഇവിടെ ഈ ക്രൂസിൽ എൻ്റർ ആയിരിക്കുന്ന ആൾക്കാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം അങ്ങനെയാണ്. അപ്പം നല്ലൊരു ആംബിയൻസും നല്ലൊരു ഇതാണ് കേട്ടോ അവിടെ. കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ സെയിം വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റാത്തത്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്ന ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതാണ് ഗോവയിലെ ഫേമസ് ബ്രിഡ്ജ്. അപ്പോൾ ഈ ക്രൂസ് മൂവിങ് ആയതുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയപ്പോൾ നല്ലൊരു വ്യൂ കിട്ടി. അതുകൊണ്ട് ഞാൻ ആ വ്യൂ കൂടി ഇതിൻ്റെ കൂടെ ക്യാപ്ചർ ചെയ്തതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ക്രൂസിൻ്റെ അപ്പർ ഡെക്ക്. അപ്പർ ഡെക്കൊക്കെ ബൾക്ക് ബുക്കിംഗ് ഉണ്ടെങ്കിൽ ബൾക്ക് ബുക്കിങ്ങിന് തന്നെ പോകും. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ മിക്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂസിൻ്റെ ഫുൾ ആംബിയൻസ്. നമ്മുടെ ക്രൂസ് മൂവ് ആവുന്നതിനനുസരിച്ച് സൈഡിലുള്ള മറ്റു ക്രൂസുകളാണ് കേട്ടോ ആ ബൾബ് കാണുന്നത്. അതെല്ലാം ഓരോ ക്രൂസുകളാണ്. അപ്പോൾ ഇതാണ് ഒരു ക്രൂസിൻ്റെ ഫുൾ ആംബിയൻസ്. അപ്പോൾ ശരിക്കും ഒരു ക്രൂസ് ഡിന്നർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ ക്രൂസിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹോട്ടൽസിൽ നിന്ന് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏജൻസി ഉണ്ട് അങ്ങനെ. അപ്പോൾ ഒരു ക്രൂസിന് പെർ പേഴ്സൺ മാക്സിമം 2000 വരെയാണ് വരുന്നത്. അത് സീസൺ അനുസരിച്ച് വേരി ചെയ്യും. ഇനി ക്രൂസ് അല്ല കാസിനോ താല്പര്യമുള്ളവർക്ക് കാസിനോയിൽ പോകാം. കാസിനോ എന്ന് പറഞ്ഞാൽ മാക്സിമം 3500 വരെയൊക്കെയാണ് വരുന്നത്. അതും ബേസ്ഡ് ഓൺ സീസൺ ആണ്. എന്തായാലും ഗോവയിൽ വരുന്നവർ ഒന്നെങ്കിൽ ക്രൂസ് അല്ലെങ്കിൽ കാസിനോ ഡിന്നർ എക്സ്പീരിയൻസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. കാരണം അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ അപ്പർ ഡെക്കിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറിന് വേണ്ടി പോകേണ്ട ലോവർ ഡെക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ ലോവർ ഡെക്കിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് അൺലിമിറ്റഡ് ബഫറ്റ്, ഡിന്നർ ബഫറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രൂസ് ഡിന്നർ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ട്, പിന്നെ സ്നാക്സ് ഉണ്ട്. അതായത് ഈ പ്രോഗ്രാംസ് നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത്. പിന്നെ പ്രോഗ്രാംസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു അൺലിമിറ്റഡ് ബഫറ്റും. ഇത്രയാണ് ക്രൂസിൽ ഡിന്നർ പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.